ഫയർഫോഴ്സ് സേനാ വിഭാഗങ്ങളുടെ ക്യാന്റീൻ അലവൻസും സർക്കാർ വെട്ടിക്കുറച്ചു. പോലീസ് ക്യാന്റീനിൽ നിന്ന് നികുതി ഇളവിൽ ലഭിച്ചിരുന്ന ഭക്ഷ്യസാധനങ്ങൾ അഗ്നിശമന സേനാ ജീവനക്കാർക്ക് ഇനി നൽകേണ്ട എന്നാണ് സർക്കാരിന്റെ ഉത്തരവ്. ഇളവ് നൽകേണ്ട സേനാ വിഭാഗങ്ങളിൽ അഗ്നിശമന വിഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി. ഉത്തരവിന്റെയും അഗ്നിശമന വിഭാഗം ആഭ്യന്തര വകുപ്പിൽ നൽകിയ കത്തിന്റെയും പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. സേനാ വിഭാഗങ്ങളുടെ അലവൻസിനെ പറ്റിയുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് സർക്കാരിന്റെ മറ്റൊരു ദ്രോഹ നടപടിയുടെയും വാർത്ത. സംസ്ഥാന പോലീസ് സേനാംഗങ്ങൾക്കൊപ്പം അഗ്നിശമന സേനാ വിഭാഗങ്ങൾക്കും 50% നികുതി ഇളവോടെ നിത്യോപയോഗ സാധനങ്ങൾ പോലീസ് ക്യാന്റീനിൽ നിന്നും ലഭിച്ചിരുന്നു. എന്നാൽ 2024 ഏപ്രിൽ മാസം മുതൽ ഇത് നിർത്തലാക്കി. ഇതോടെ ക്യാന്റീനിൽ നിന്നും അഗ്നിശമന സേനാ വിഭാഗങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കില്ല. ഇത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ അഗ്നിശമന സേനാ വിഭാഗങ്ങൾ സംസ്ഥാന സർക്കാരിന് കത്തെഴുതി. എന്നാൽ ഫലമുണ്ടായില്ല. അലവൻസിനത്തിൽ പോലും 500 രൂപയാണ് ഫയർഫോഴ്സ് വിഭാഗത്തിന് ലഭിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആനുകൂല്യ പട്ടികയിൽ അഗ്നിശമന സേന ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാരിന്റെ നടപടി. നിലവിൽ നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് ലഭിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ അഗ്നിശമന സേനാ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നില്ല. മഴയിലും അഴുക്കിലും ജീവൻ പണയം വെച്ച് ജോലി ചെയ്തിരുന്ന ഇവർക്ക് ലഭിച്ചിരുന്ന ഭക്ഷണത്തിന്റെ ആനുകൂല്യമാണ് സംസ്ഥാന സർക്കാർ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ വെട്ടിച്ചുരുക്കിയത്. ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. വിവരങ്ങൾ നൽകാൻ പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ നിരവധി അസൗകര്യങ്ങളുടെ നടുവിൽ നിന്നാണ് ജീവനുകൾ രക്ഷിക്കാനും അപകടങ്ങളിൽ തുണയാകാൻ ഈ സേനാ വിഭാഗം ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അലവൻസ് ലഭിക്കേണ്ട ആ ഒരു വിഭാഗത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെതായ അഗ്നിശമന സേന ഇല്ല എന്നുള്ള ടെക്നിക്കൽ വശം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവർക്കിത് നിഷേധിച്ച ഒരു സാഹചര്യം. ഈ ഒരു വകുപ്പിൻ്റെ അഗ്നിശമന വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ആഭ്യന്തര വകുപ്പിലേക്ക് കത്ത് നൽകിയതിൻ്റെ ഉള്ളടക്കം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനത്തിൻ്റെ വിവരങ്ങൾ എന്താണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ട പട്ടികയിൽ അഗ്നിശമന സേനാ വിഭാഗങ്ങളില്ല എന്നൊരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഈ 50% നികുതി ഇളവിൽ അല്ലെങ്കിൽ 50% ഇളവ് കൊടുത്തുകൊണ്ട് ക്യാൻറ്റീനുകളിൽ നിന്നുള്ള സാധനങ്ങൾ നൽകുന്ന ആ ഒരു തീരുമാനത്തിൽ നിന്ന് 2024 സർക്കാർ പിന്നോട്ട് പോയത്. അതായത് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ആനുകൂല്യമാണ് ഒരു ദയാദാക്ഷിണ്യമില്ലാത്ത രീതിയിൽ അവർക്ക് നൽകാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ ഈ സ്കൂബ ഡൈവേഴ്സിൻ്റെ അലവൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വാർത്ത നൽകിയിരുന്നു. അതായത് 5000 രൂപ അലവൻസ് പ്രത്യേകിച്ച് അഗ്നിശമന സേനാ വിഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്ത സ്കൂബ ഡൈവേഴ്സായി പരിശീലനം ലഭിച്ച് അത്തരം സേവനങ്ങൾ ചെയ്യുന്ന അതിസാഹസികമായ രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് 5000 രൂപ അലവൻസ് കൊടുക്കണമെന്നൊരു നിർദ്ദേശം വന്നപ്പോൾ സംസ്ഥാന സർക്കാർ അത് വെട്ടിച്ചുരുക്കി 500 രൂപയാക്കി. ഒരു മാസം 500 രൂപ എന്ന തുച്ഛമായ അലവൻസ് നൽകുന്ന സാഹചര്യം. സമാനമായ ഒരു നിലപാട് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് ഇക്കാര്യത്തിലും സർക്കാർ കാണിച്ചിരിക്കുന്നത് എന്നുള്ള നമ്മൾ പറയേണ്ടി വരും. കാരണം സേനാ വിഭാഗം എന്നുള്ള പരിഗണനയിൽ വരുമ്പോൾ അതിൻ്റെ കുറച്ച് സാങ്കേതിക വശങ്ങൾ ചൂണ്ടിക്കാട്ടി. പ്രത്യേകിച്ച് ഫയർഫോഴ്സും ഒരു യൂണിഫോം സേന തന്നെയാണ്. അവരും വളരെ ദുർഘടമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. ഇപ്പോൾ ആമയിഴഞ്ചാൻ തൊട്ടിലെ സാഹചര്യമാണെങ്കിൽ തന്നെ, കഴിഞ്ഞ ദിവസം പാലക്കാട് ചിറ്റൂരിലുണ്ടായ രക്ഷാപ്രവർത്തനങ്ങളാണെങ്കിൽ തന്നെ, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇതൊരു മഴക്കാലമാണ്, നിരവധി അപകടങ്ങൾ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. നിരവധി മരം വീണും അല്ലെങ്കിൽ വീടിടിഞ്ഞ് വീണും അതോടൊപ്പം റോഡ് അപകടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം ഓടിയെത്തുകയും ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന നിലയിൽ എല്ലായിടത്തും ഒന്നാമതെത്തുകയും അവിടെയുള്ള ജീവനുകൾ രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാനും മറ്റും ലക്ഷങ്ങൾ ചെലവഴിക്കാൻ ഒരു മടിയുമില്ലാത്തൊരു സർക്കാരിന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ഇത്തരം ക്യാൻറ്റീനുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൽ ഒരു 50% ഇളവുണ്ടായിരുന്നത് എടുത്തു കളയേണ്ട മാത്രം എന്ത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് അത് സർക്കാരിന് സൃഷ്ടിച്ചതെന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ആവർത്തിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിനെ പറ്റിയുള്ള സുപ്രീം കോടതി പോലും വിമർശിച്ച വിഷയത്തെ പറ്റിയുള്ള വാർത്തകൾ പുറത്തുവിടാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേരളീയം പോലെയുള്ള ദൂർത്തുകളെ പറ്റിയുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് എല്ലാ
എല്ലാ അപകടങ്ങളിലും ആദ്യം ഓടിയെത്തുന്ന, എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ച് രംഗത്തിറങ്ങുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ആനുകൂല്യം വെട്ടിക്കുറയ്ക്കാൻ ഈ സർക്കാർ ഇടപെടൽ നടത്തി എന്നുള്ളത് അതിനെ ഏത് രീതിയിൽ വിശേഷിപ്പിക്കണമെന്നറിയില്ല. കാരണം മനുഷ്യത്വമില്ലാത്തൊരു നടപടി എന്നല്ലാതെ അതിനെ വിശേഷിപ്പിക്കാനും സാധിക്കില്ല. അത്രയധികം ഒരു വിമർശനത്തിനും അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിനും ഒക്കെ കാരണമാകേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ആനുകൂല്യം. അത് പ്രത്യേകിച്ച് ഒരു കാരണങ്ങളില്ലാതെ അല്ലെങ്കിൽ ഒരു സാങ്കേതിക വശത്തിന്റെ ഒരു ചെറിയൊരു സാങ്കേതിക പ്രശ്നം മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് അവഗണിക്കാവുന്ന ഒരു സാങ്കേതിക പ്രശ്നമാണ് എന്ന് നമുക്ക് പറയാനും കഴിയും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ആ ഒരു ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ആനുകൂല്യം, അത് നിലനിന്ന ഒരു ആനുകൂല്യം, അത് വെട്ടിക്കളയേണ്ട ഒരു ആവശ്യവും സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നിലപാടെടുത്തു. അപ്പോൾ തുടർച്ചയായി ഈ ഫയർഫോഴ്സ് എന്ന് പറയുന്ന ഒരു സേനാ വിഭാഗത്തോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ഒരു അവഗണന അല്ലെങ്കിൽ ഒരു ചിറ്റമ്മ നയം എന്നൊക്കെ നമുക്ക് ആലങ്കാരികമായി അതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. അതാണ് ഇപ്പോൾ ടിൻറ്റുവിൻ്റെ വാർത്തയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ കൃത്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ്. കാരണം ഈ സ്കൂബ ഡൈവേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ ആമയിഴഞ്ചാൻ തൊട്ട് രക്ഷാപ്രവർത്തനത്തോടെ കേരള മാസകലം ഫയർഫോഴ്സിൻ്റെ ഈ സേവന പ്രവർത്തനങ്ങളെ പറ്റി അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഒരു അപകടമുണ്ടായാൽ അവർ ഇടപെടുന്ന രീതിയെ പറ്റിയൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അവർക്ക് അടിസ്ഥാനപരമായി ലഭ്യമാക്കേണ്ട സൗകര്യങ്ങൾ ലഭ്യമാകാത്തതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അലവൻസുകൾ ലഭ്യമാക്കുന്ന വിഷയം ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഒരു സേനാ വിഭാഗം എന്ന നിലയിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ആനുകൂല്യം സംസ്ഥാന സർക്കാർ ഒരു സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി വെട്ടിക്കുറയ്ക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയത്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ഫയർഫോഴ്സ് ആഭ്യന്തര വകുപ്പിനോടും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോടും ഒക്കെ ഇത് പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ടെങ്കിലും നിലവിൽ അത്തരം നടപടികളോ അല്ലെങ്കിൽ പരിഗണനകളോ ഒന്നും സർക്കാർ നൽകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും എത്രയും വേഗം ഇത് പുനഃസ്ഥാപിക്കണം എന്ന് തന്നെയാണ് ഫയർഫോഴ്സിലെ വിവിധ ഉദ്യോഗസ്ഥർക്കുള്ള അവരുടെ ഒരു ആവശ്യമെന്ന് പറഞ്ഞത്. കാരണം നിലവിൽ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളിൽ ഒരുപാട് നേരിടുന്നുണ്ട് ഫയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ. കാരണം പല ഫയർ സ്റ്റേഷനുകളിലൊന്നും ആവശ്യത്തിന് എക്യുപ്മെന്റ്സ് ഇല്ലാത്തതും വാഹനങ്ങളില്ലാത്തതുമായിട്ടുള്ള ഒട്ടനവധി പ്രതിസന്ധികളുണ്ട്. പലപ്പോഴും ഈ സാങ്കേതിക പരിശീലനം അടക്കമുള്ള കാര്യങ്ങളിൽ സേനയിലെ ഉദ്യോഗസ്ഥർക്ക് പലതും സമയത്ത് കൃത്യമായി ലഭിക്കാതെ പോകുന്ന സാഹചര്യമുണ്ട്. പല സാഹചര്യങ്ങളിലും സ്വന്തം മനോവീര്യം കൊണ്ടും ഈ പറഞ്ഞ രീതിയിൽ നിരന്തരമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ച അറിവുകൾ കൊണ്ടും ഒരു പരിചയം കൊണ്ടും ഒക്കെയാണ് പലയിടത്തും അവർ മുന്നോട്ട് പോകുന്നത്. പല സമയത്തും സാങ്കേതികമായ രക്ഷാപ്രവർത്തനത്തിന്, അതായത് സാങ്കേതിക ഉപയോഗിച്ചുകൊണ്ടുള്ള കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിനോ അല്ലെങ്കിൽ അത്തരം ഇടപെടലുകൾക്കോ കേരള ഫയർഫോഴ്സിന് പലപ്പോഴും കഴിയാതെ പോകുന്നതും